നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 538 മരണം സ്ഥിരീകരിച്ചു. 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500 പേരെ കാണാതായി. കാണാതായവരിൽ 33 മലയാളികളുമുണ്ട്. വീണ്ടും മിന്നൽ പ്രളയം മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാളിലെ ടിബറ്റൻ അതിർത്തി മേഖല. ടിബറ്റിൽ പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകം തകർന്നതിനാൽ രക്ഷാപ്രവർത്തകരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഈ മരണസംഖ്യ ഉയരുന്നു എന്നത് ഈ പറഞ്ഞതുപോലെ ആശങ്ക അങ്ങേയറ്റം ഏറ്റുകയാണ്. പക്ഷേ ഈ മരിച്ചവരിൽ ഇന്ത്യക്കാരുണ്ടോ മലയാളികളുണ്ടോ എന്നത് അതിനേക്കാൾ അപ്പുറം ഒരു ആശങ്കയായി നിലനിൽക്കുന്നു. കാരണം ഈ കാണാതായ മലയാളികളെക്കുറിച്ചോ മറ്റോ യാതൊരു വിവരവും ഇനിയും ലഭിച്ചിട്ടില്ല. അവർ സുരക്ഷിതരാണ് എന്നതടക്കം നോർക്കെ അടക്കം പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ആരുമായും കോൺടാക്റ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത. മാത്രമല്ല പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകം തകർന്നിരിക്കുന്നു. അതടക്കം ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടോ? സ്വപ്ന, നിലവിൽ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ ആ പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകം അത് നദിയിലേക്ക് വെള്ളം ഉയരാൻ, ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് നദീതീരത്ത് നിന്ന് പൂർണ്ണമായും രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തുന്നവരോട് പൂർണ്ണമായും നദീതീരത്ത് നിന്ന് മാറി നിൽക്കാനാണ് നേപ്പാൾ പോലീസ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് നദിയിൽ ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണ് മാറ്റിക്കൊണ്ട് ആളുകളുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു. സൈന്യവും പോലീസും ദുരന്ത നിവാരണ സേനയും സംയുക്തമായി പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ സേന വ്യക്തമാക്കുന്നത്. അവിടെയാണ് സ്വപ്ന ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മരിച്ചവർ 550-ലധികം മരണങ്ങൾ സംഭവിച്ചു എന്നിപ്പോൾ വ്യക്തമാക്കുമ്പോഴും ആരൊക്കെയാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതിൽ ഇന്ത്യക്കാരുണ്ടോ, അതിലെത്ര ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ, മലയാളികൾ ഈ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കാലതാമസം എടുക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആദ്യം വലിയ പ്രാധാന്യം നൽകുന്നത് ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണ്. മൃതദേഹങ്ങൾ ആശുപത്രികളിലേക്ക് മാറ്റുകയും അവിടെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം വീണ്ടും മഞ്ഞുമല ഇടിയാനും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നേപ്പാളിലുള്ളത്. കൂടാതെ നേപ്പാളിന് താഴെ പ്രദേശത്തുള്ള, നേപ്പാളിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബീഹാറും ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ നദികളിൽ നിന്ന് നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് നദീതീരങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ എംബസി, അത് നേപ്പാളിലെയും ചൈനയിലെയും ഇന്ത്യൻ എംബസികളും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യക്കാരുടെ വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. ബന്ധപ്പെടാൻ സാധിക്കുന്ന എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ഇതിനോടകം 63-ലധികം ഒറ്റപ്പെട്ടുപോയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിരവധി തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നിലവിലെ ലഭ്യമാകുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 288 ഇന്ത്യക്കാരെയാണ് കാണാതായിട്ടുള്ളത്. അതിൽ കൂടുതൽ ഇന്ത്യക്കാരെ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരെ കാണാതായിട്ടുണ്ട് എന്ന പ്രാദേശിക റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്നാണ്. ആകെ ഈ അപകടത്തിൽ 1500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. അതിൽ ഇന്ത്യ, ബ്രിട്ടൻ, US ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും നേപ്പാളി പൗരന്മാരും ഉൾപ്പെടെ 1500-ലേറെ പേരെ കാണാതായി എന്നാണ് നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. ഏതായാലും കനത്ത നാശനഷ്ടമാണ് ഈ പ്രളയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വ്യാപ്തിയാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാക്കിയത് എന്ന്. ഈ കോട്ടേക്കോശി നദിക്ക് ഇരുവശവുമുള്ള ഗ്രാമങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന രീതിയിലായിരുന്നു ആ വെള്ളം താഴേക്ക് കുത്തിയൊലിച്ചു പോയത്. അതുകൊണ്ട് ആ മണ്ണിനടിയിലേക്ക് എത്ര ജീവനുകൾ പോയിട്ടുണ്ട്. തീർച്ചയായും ജിഷ്ണു, അത് തന്നെയാണ്. 1500-ഓളം പേരെ കാണാതായി എന്ന് പറയുമ്പോൾ ആ വെള്ളമടക്കം ഇരച്ചു വരുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഒരു പ്രദേശം അപ്പാടെ തുടച്ചു മാറ്റപ്പെട്ടു. ഇതിനിടയിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ
ചോദ്യം. ഈ പറഞ്ഞതുപോലെ 288 ഇന്ത്യക്കാരെയാണ് ഇനിയിപ്പോൾ കാണാനില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല ഈ മരിച്ചവരിൽ എന്താണ്, മരിച്ചവരിൽ എത്ര മലയാളികളുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം അറിയേണ്ടതുണ്ട്. ഇവിടെ നിന്നും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നടക്കമുള്ള പരാതികളും സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ട്. സോ എന്താണ് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളടക്കം അതിനും മേലെയാണ് ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിൻ്റെ സാധ്യത. ഈ പ്രളയജലം ഒഴുകി വന്ന് രൂപം കൊണ്ട തടാകം അത് തകർന്നിരിക്കുന്നു. അതുകൊണ്ടടക്കം ഈ രക്ഷാപ്രവർത്തകരോട് സുരക്ഷിത മേഖലകളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ പ്രദേശങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്.